കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വലിയവനായ കർത്താവിനെ ഇന്ന് പൽക്കാലം സ്തുതിക്കുന്നു. ഒരു പുതിയ ദിവസം ദൈവം നമ്മെ ഭൂമി നിർത്തിയിരിക്കുന്ന ദൈവങ്ങൾക്കായി സ്തോത്രം. 15 മണിക്കൂറുകൾ ദൈവത്തിൽ നാം ആശ്രയിച്ചുകൊണ്ട് ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം മുന്നേറുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആരംഭമായി ഓർപ്പിക്കുകയാണ്. ഒരു വാക്യത്തിൻ്റെ ഒരു ഭാഗം വായിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു, അവരാൽ നടന്നാൽ അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു പോകുന്നു. കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ നമുക്ക് വായിപ്പാൻ കഴിഞ്ഞത് കർത്താവ് അവരോട് കൂടെ ഇരുന്നു. പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിച്ച ആ ഭക്തന്മാർ കർത്താവരോട് കൂടെ ഇരുന്നുകൊണ്ട് അവർ പുറപ്പെട്ടു പോയി ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചു എന്ന് നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. ദൈവകൃപ അനുഭവിക്കുന്ന ദൈവമക്കൾ വെറുതെ ഇരിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നാം പോകുന്ന ഇടത്ത്, നമ്മുടെ ജോലി സ്ഥലത്ത്, നാം സഞ്ചരിക്കുന്ന ഇടത്തൊക്കെയും ഈ കർത്താവിനെ കുറിച്ച് പറയുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുമെന്ന് തിരുവചനം പറയുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. എവിടെ ആരെ കാണുന്നു, ആരോട് അവർ പരിചയപ്പെടുന്നു, അവർ യാത്രക്കാരോട് കൂടിയോ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എവിടെയായിരുന്നാലും അവർ ദൈവത്തിൻ്റെ വചനം അവരോട് പറഞ്ഞു എന്ന് വായിപ്പാൻ കഴിയുന്ന പൽക്കാലം. ആമേൻ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പ്രതികൂലങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിരിക്കാം. എന്നാൽ അത് നാം വകവയ്ക്കാതെ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ആയിരിക്കുന്ന ഇടത്ത് അവരോട് ദൈവത്തെക്കുറിച്ച് പറയുവാൻ, ദൈവവചനോട് ഷെയർ ചെയ്യുവാൻ നാം മടിക്കരുത്. അങ്ങനെ ചെയ്താൽ നാം അനുഗ്രഹിക്കപ്പെടും. ദൈവം നമുക്ക് പ്രതിഫലം തരും. ആമേൻ. ദൈവം നമ്മെ തള്ളിക്കളയുകയില്ല. ഏത് പ്രശ്നങ്ങളുടെ സ്ഥാനത്തും ആ ദൈവ സാന്നിധ്യം നമ്മോട് കൂടെ ഇരുന്ന് നടത്തും എന്ന് തിരുവചനം പറയുന്നു. ആകയാൽ ഇന്ന് 15 മണിക്കൂറുകൾ നമുക്ക് ദൈവസ്ഥനിൽ നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളും ദൈവസ്ഥനിൽ വെച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വഴിയാത്രയിൽ നിങ്ങൾ സഞ്ചരിക്കുന്ന എല്ലായിടത്തും ദൈവം നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങൾക്ക് ആലോചന പറഞ്ഞു തന്ന് വഴി നടത്തുവാൻ ദൈവം ശക്തനാകിയാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവകരങ്ങൾ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവെ, നിന്റെ ഇഷ്ടത്തിനായി ഞങ്ങളെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പൽക്കാലം ദൈവത്തിന് വേണ്ടി ജയിപ്പാൻ കർത്താവ് നിങ്ങളെ ഓരോരുത്തരും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. അൻപുള്ള കർത്താവെ, നല്ല ദൈവമേ, ഇന്ന് പൽക്കാലം ഞങ്ങളോട് കൂടെ ഇരുന്ന് അവിടുത്തെ സാന്നിധ്യം ഞങ്ങളിൽ വെളിപ്പെടുവാൻ ഇടയാക്കണമേ. ഞങ്ങൾ പോകുന്നിടത്ത്, ഞങ്ങളുടെ ജോലി സ്ഥലത്തെല്ലാം ദൈവനാമം ഉയർത്തുവാൻ ഇടയാക്കട്ടെ. നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ആമേൻ.